എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്ന് അറിയും? കമ്പം, നമ്മളൊരു മുന്തിരി തോപ്പിലാണ്. കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുമിളി എത്തുന്നതിന് മുമ്പ് കമ്പം, ഇവിടുത്തെ മുന്തിരി തോപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അത് കണ്ടോ? അപ്പം മുന്തിരി കൊലകളൊക്കെ നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ പല ഘട്ടമായിട്ടുള്ള പല തോപ്പുകളാണ്. ഇതിപ്പോൾ ഒരെണ്ണം പൊട്ടിക്കാറായിട്ടുള്ള തോട്ടമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള തോട്ടമുണ്ട്. പിന്നെ അടുത്തത് അവർ അതതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ തോട്ടങ്ങളടങ്ങിയ ഒരു വലിയൊരു എസ്റ്റേറ്റാണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇതിൻ്റെ ഫലം, അതായത് ഫ്രൂട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലകളും ചെറിയ ചെറിയ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് നിർത്തും. കട്ട് ചെയ്ത് നിർത്തിയിട്ട് അത് ഇത്ര നാൾ കഴിയുമ്പോൾ പുതിയ ശിഖരങ്ങൾ വരും. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഇവിടെ ഈ ചേട്ടന്മാരുണ്ട്. ഈ ചേട്ടന്മാരത് ചോദിച്ചു നോക്കാം. ഓക്കെ, பவாத்து வெட்டி 110 நாளில் பழம் வரும். இந்த மாதிரி பிஞ்சை இறக்கி இந்த பூவை இறக்கி கட்டணும். இறக்கி கட்டினா பூ பொரிஞ்சு പിഞ്ചാകും. അപ്പോൾ പുതുസ് മുന്തിരി ഉണ്ടായിട്ട് എത്ര നാൾക്ക് അപ്പുറം? 110 നാൾ. 110 നാൾ കഴിയുമ്പോൾ കട്ട് പണ്ണും. 110 നാൾ. കട്ട് പണിയിട്ട് എത്ര നാളിൽ പൂ വരും? 40 നാളിൽ വരും. 40 നാളിൽ പുതിയ പൂ വരും. പുതിയ പൂ വന്നിട്ട് അത് ഡാർക്ക് ആവാനായിട്ട് എത്ര നാളെടുക്കും? 110 നാൾ. 110 നാൾ. 110 നാൾ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇതാണ് ഇപ്പോൾ ചെറിയ പൂവിട്ടായിട്ട് നിൽക്കുന്നത്. ഈ പൂവ് 40 നാള് 40 നാളേക്ക് അത് മുന്തിരിയായിട്ട് വരും. മുന്തിരിയായിട്ട് വന്നിട്ട് 140 ഡേയ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറിക്കാം. 140 ഡേയ്സ് എന്ന് പറയുമ്പോൾ 4 മാസം. അപ്പോൾ ഏകദേശം 5-6 മാസത്തോളം, അതായത് ഇയർലി 2 ടൈം അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ 3 ടൈം. അപ്പോൾ ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് നമുക്ക് ഇതിൽ നിന്ന് ഇത് കിട്ടണേ. അപ്പോൾ ഇത് ഇവർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഏരിയ, ഇതിപ്പോൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് പൂവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന ഏരിയ ഒക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് അതിനപ്പുറത്തുള്ള ഏരിയ ഏതാണ്ട് മുന്തിരി അത് ബ്ലാക്കായി തുടങ്ങിയൊരു ഏരിയയാണ്, കുറച്ച് സ്ഥലം. പിന്നെ അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡാർക്കായിട്ട് നമുക്ക് പറിക്കാൻ ആ പാകമായിട്ടുള്ള ഏരിയ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മുന്തിരി. നമുക്ക് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലായാലും ഇത് വരും, പക്ഷേ ഇത് പ്രൂൺ ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഈ മുന്തിരിയാണ് നമുക്കിപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടത്. അത് ഫുൾ പാകമായിട്ടുള്ള മുന്തിരിയാണ്. ഇത് ഏകദേശം ഒരു ടോട്ടൽ 140 ഡേയ്സാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 40 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-5 അല്ല, ഒരു 10 ഏക്കറോളം ഏതാണ്ട് ഈ ലെവലിലുള്ള ഗ്രേപ്സാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഘട്ടമായിട്ടുള്ള ഓരോ തോട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഗ്രേപ്സ് ഉണ്ടാവും. ഓക്കെ, മുന്തിരി പറിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കണ ഈ ലീഫൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതെല്ലാം കട്ട് ചെയ്ത് ഓൺലി ഇതിൻ്റെ മെയിനായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടല്ലോ അത് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഒരു കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വെള്ളവും ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന പുതിയ ശിഖരങ്ങളുണ്ടല്ലോ അതിലാണ് പൂവിടുക. ആ പുതിയ എല്ലാ ശിഖരങ്ങളിലും പൂവിടും. കണ്ടോ, ഇത് വേറൊരു ഘട്ടമായിട്ടുള്ള, ഇത് കുറേ ഏക്കറോളം ഇത് കാണാൻ പറ്റും. ഇത് ഏക്കറോളം മുന്തിരി ഉണ്ടായി തുടങ്ങി. അതായത് പച്ച, അതായത് ചെറുപ്പമായിട്ടുള്ളൂ. അതായത് പഴുത്ത് തുടങ്ങിയിട്ട് പ്രായമൊന്നുമില്ല. ഈ ഒരു ഘട്ടം, ഈ കാണുന്ന ഒരു ഏരിയ മൊത്തം ഈ പ്രായത്തിലുള്ള മുന്തിരിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇറിഗേഷൻ എങ്ങനെയാണെന്ന് കണ്ടോ, നമുക്ക് ഈ വെള്ളം ഇവർ പൈപ്പ് ലൈൻ വഴി ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ കടയിലേക്ക്, അപ്പോൾ എനിക്ക് ടൈമർ വെച്ചിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കണേ. അത് ഒരു ദിവസത്തിൽ ഇത്ര പ്രാവശ്യമാണ് ഇതിൽ വെള്ളം കൊടുക്കണേ. ഇതിൻ്റെ ഇറിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞങ്ങളും എല്ലാവരും ഇവിടെ ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ജ്യൂസ് ഇതാണ് ജ്യൂസ്. അപ്പോൾ നമ്മൾ ജ്യൂസ് മേടിച്ച് ഓക്കെ നല്ലതാണ്, ഫ്രഷാണ്. ഇപ്പോൾ ഒരു വാഷ ഉണ്ടോന്നൊന്നും അറിയില്ല, എന്തായാലും ഫ്രഷ് ആയിട്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ട് ജ്യൂസ്? ഫ്രഷ് ഗ്യാസം. അപ്പോൾ ഇവിടെ 150 രൂപയാണ് 3 കിലോ ബോക്സ്. നമുക്ക് ഇതിൻ്റെ മുന്തിരിയുടെ തൈ ഇവിടെ ബെഡ് ചെയ്താൽ ഇതിൻ്റെ പെട്ടെന്ന് മുന്തിരി ഉണ്ടാവും, തൈ ഇവിടെ കിട്ടും. നമുക്ക് ഒരു കവറിന് ഒരു തൈക്ക് 30 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് മുന്തിരി കണ്ടോ, നമുക്ക് ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കിലോ എത്രയാണ്? 60 രൂപ. അപ്പോൾ കിലോ 60 രൂപയാണ് നമുക്ക് ഇവിടുന്ന് ഫ്രഷ് മുന്തിരി മേടിക്കുമ്പോൾ. എന്നിട്ട് വൈന അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വൈനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഇവിടെ ഉണ്ടാക്കണ്ടോ? ഇവിടെ കെട്ടി വെച്ച് ഉണ്ടാക്കണ വൈനാണ്. എത്ര പൈസ തന്നെ? 600. 80 ഡിസ്കൗണ്ട് 520 ഒരു ബോട്ടിൽ, 1 ലിറ്റർ അല്ലേ? 3/4 ലിറ്റർ. അപ്പോൾ ഇവിടെ ഫ്രഷായിട്ട് നമുക്ക് ഗ്രേപ്സിൻ്റെ വൈനും കാര്യങ്ങളും കിട്ടും. മുന്തിരിയുടെ റേറ്റ് എങ്ങനെയാണ്? 3 കിലോ 180, 60 രൂപ വെച്ച്. ഇവിടെ പിന്നെ 5 കിലോ ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളും ഒരു 3 കിലോ, ഞാൻ അത് ടേസ്റ്റ് നോക്കി, നല്ലതാണ്, നല്ല സ്വീറ്റാണ്. അപ്പോൾ ഒരു 3 കിലോ 160 രൂപ. അപ്പോൾ നമ്മൾ മേടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാഴ്സൽ ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ മുന്തിരി ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ 2 തൈ മേടിച്ച് 30 രൂപ വെച്ചിട്ട് ഒരു ബോക്സ് ഗ്രേപ്പും മേടിച്ചു. നല്ല സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിൽ ജ്യൂസ് അടിച്ചോ പിള്ളേർക്കൊക്കെ കഴിക്കാമല്ലോ. ഓക്കെ, ബൈ. മേടിച്ചിട്ടുണ്ടാവോ? 6 കിലോ